ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നിട്ടുള്ള എ ജബ്ബാർ മാഷ് അതുപോലെ അയ്യൂബ് മൗലവി സംവാദ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഈ ഒരു ലൈവ് വീഡിയോ ഇടുന്നത്. തീർച്ചയായിട്ടും സംവാദങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചിന്താധാരകളെ ഉണർത്താനും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾക്കറിയാം, നിരന്തരമായിട്ട് സെമിനാറുകൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. അത് മതവിഷയങ്ങളിൽ നടക്കുന്നുണ്ട്, മതമില്ല മതരഹിതമായിട്ടുള്ള വിഷയങ്ങളിൽ നടക്കുന്നുണ്ട്, മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. എപ്പോഴും ഒരു അഭിപ്രായം ഞാനെപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് സാമൂഹികമായിട്ടുള്ള അരാജകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന തുല്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അസമത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ പലരും മതം എന്ന് പറയുന്ന വിഷയത്തെ തൊടാൻ വല്ലാതെ ഭയപ്പെടുന്നതായിട്ട് തോന്നാറുണ്ട്, അല്ലെ? മതത്തെ വിമർശിക്കാതെ നമുക്ക് എങ്ങനെയാണ് സാമൂഹിക അസമത്വങ്ങളെക്കുറിച്ചും അരാജകത്വങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന പിന്നോട്ട് വിളിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും ഒരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം മതത്തെ തൊടാൻ പലപ്പോഴും പലർക്കും ഭയമാണ് എന്നുള്ളത് തന്നെയാണ് കാരണം. നമ്മൾ ഈ മതങ്ങളെ വിമർശിക്കാതെ മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മതങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ചും അനീതികളെക്കുറിച്ചും അല്ലെങ്കിൽ മാറ്റി നിർത്തലുകളെക്കുറിച്ചും അക്രമങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ സംസാരിക്കും. പക്ഷെ അതിന്റെയൊക്കെ ബേസ് റൂട്ട് എന്ന് പറയുന്നത് മതമാണ്. എന്നാൽ ആ മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ സമൂഹത്തിൽ എല്ലാവർക്കും വലിയ ഭയമാണ്. അത് തെറ്റാണെന്നുള്ള തോന്നലാണ്. അതിന്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഒറ്റപ്പെടുത്തലാണ്, അല്ലെ? വല്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമൊക്കെയാണ് പലപ്പോഴും പലരെയും ഇത്തരം മതവിമർശനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള സംവാദം നടന്നത്. ഒരു ഓപ്പൺ ഡിബേറ്റ് ആയിരുന്നു, അല്ലെ? അതായത് രണ്ട് എക്സ്ട്രീം ആശയങ്ങൾ തമ്മിലാണ് സംവദിക്കുന്നത്. ആശയങ്ങൾ തമ്മിൽ എപ്പോഴും സംവദിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്പേസ് ഉള്ളതാണ്. ആ സ്പേസിനെ മാനിക്കപ്പെടണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അത് മാനിക്കപ്പെടാറില്ല. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റൊരു സ്പേസിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിനുള്ളിലുള്ള ഒരു ധാരണ എന്താണ്? പരസ്പരം കടിച്ചു കീറുക എന്നുള്ളതാണ്. അത് ഇപ്പം ഏത് മതത്തിന്റെ ആൾക്കാരായാലും മതവിമർശനം നടത്തുന്ന ആളുകളെ വലിയ തോതിൽ കടിച്ചു കീറും. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള അവരവരുടെ കാര്യങ്ങൾ ഇത്തരം പ്ലാറ്റ്ഫോമിലൂടെ പറയുമ്പോൾ അവരെ ആക്രമിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ മാരകമായിട്ട് ആക്രമിക്കും. എന്നാൽ ഇന്നലെ മലപ്പുറത്ത് കണ്ടത് രണ്ട് എക്സ്ട്രീം ആശയങ്ങൾ തമ്മിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തുറന്ന സംവാദത്തിനിടയിലും ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന പരുവത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിയെന്നും എല്ലാവരും ഒരുമിച്ചിരിക്കാനും ആശയങ്ങൾ രണ്ടാണെങ്കിലും ഒരുമിച്ച് ഒരേപോലെ ഒരേ കാര്യത്തെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറി എന്നുള്ളതും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സൊസൈറ്റിയിൽ നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയാണ്. അല്ലെങ്കിൽ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ടാണ് എന്ന് എനിക്ക് തോന്നി. അല്ലേ? ഒബ്വിയസ്ലി ഒരു റിഫോർമേഷനാണ്, വലിയൊരു മാറ്റമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഒരു 10 വർഷം മുമ്പ് ഭയങ്കര ഭീകരമായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ജബ്ബാർ മാഷൊക്കെ 40-45 വർഷമായിട്ട് മതവിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിലെല്ലാം അദ്ദേഹം പറയുന്നത് ഏത് സമൂഹത്തിനോടായിരുന്നു? ഏത് തരം ചിന്താഗതിയുള്ള സമൂഹത്തിനോടായിരുന്നു? കാരണം ആരും മതത്തെ എതിർക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാലത്തിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും മതവിമർശനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം ടാസ്ക്കാണ്, ഹെവിയാണ് എന്നുള്ളത് ചിന്തിക്കാൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇത്തരം മതവിമർശനം നടത്തുമ്പോൾ ഞാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്നിട്ടുള്ളത് വളരെ തികച്ചും സൗഹൃദപരമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന കുറെ ആൾക്കാരുടെ ഒരു സംഗമം പോലെ തോന്നി. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹം അപ്ഗ്രേഡ് ആവുക എന്ന് പറയുന്നത്, അല്ലെ?
നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളെ മനസ്സുകൾ എപ്പോഴും നമ്മൾ കോൺക്രീറ്റ് ഇട്ട വാളുകൾ ഭേദിച്ചുകൊണ്ട് ഇലാസ്റ്റിക് വാളുകൾ മനസ്സിന്റെ ബൗണ്ടറിക്ക് പണിയാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ കോൺക്രീറ്റിന്റെ വാളുകൾ ഇട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയതിനെ എന്നും ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് അത് മാത്രമേ എന്റെ മനസ്സിലുണ്ടാവുള്ളൂ. പുതിയതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരെയാണ് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എത്ര എക്സ്ട്രീമായിട്ടും മതവിമർശനം ആയാലും മറ്റേത് ആശയം ഒരു ഭൂരിഭാഗം ഏത് ആശയമാണോ ആ ആശയത്തിനോട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോന്നലുകളൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പേസ് ആണ് മലപ്പുറം ജില്ലയിൽ ഇന്നലെ ഒരുങ്ങിയിരിക്കുന്നത്. എനിക്ക് ചിരി വന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം അവിടെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഇസ്ലാമിക് ഭാഗത്ത് നിന്നിട്ട് ഒരാളും യുക്തിവാദികളുടെ ഭാഗത്ത് നിന്ന് ഒരാളും സംവാദം നടക്കുമ്പോൾ രണ്ടു കൂട്ടരും അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അക്രമം നടക്കാനുള്ള സാധ്യതയുണ്ടാകാം എന്നവർക്ക് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പോലീസുകളും എസ്കോർട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു കൂവൽ പോലും കേൾക്കാതെ അത്തരത്തിലുള്ള ഒരു പ്രശ്നം പോലും ഓഡിയൻസ് ആയിക്കഴിഞ്ഞാലും സംവാദകരായിക്കഴിഞ്ഞാലും വളരെ നീറ്റ് ആൻഡ് കാം ആൻഡ് കൂൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവരുടെ ചിന്തകൾ സംസാരിക്കുകയും ആ സംസാരത്തെ വളരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓഡിയൻസും ഒക്കെ എപ്പോഴും നമ്മുടെ സൊസൈറ്റി എത്രത്തോളം അപ്ഗ്രേഡഡ് ആകുന്നു എന്നുള്ളതിന്റെ വലിയൊരു എവിഡൻസ് ആണ് അല്ലെ. മതം എന്ന് പറയുന്നത് തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയമായിരുന്നു. തൊടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, എതിർത്ത് സംസാരിക്കാൻ പാടില്ല, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിട്ടവട്ടത്തിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിന്തിക്കാൻ സ്പേസ് ഇല്ല എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ സമൂഹം ഒരുപാട് പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നിരന്തരമായിട്ടുള്ള സംസാരത്തിന്റെ ഫലമായിട്ടൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറി എന്നതും തുറന്ന വേദിയായിട്ട് മതം വിമർശിക്കപ്പെടാനുള്ള ഒരു സ്പേസ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും ജനാധിപത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെന്നും നമുക്ക് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇന്നലത്തെ സംവാദം. അതായത് ജനാധിപത്യ രാജ്യത്തിരുന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ എതിരഭിപ്രായമാണെങ്കിലും മറ്റെന്തായാലും നമ്മുടെ ആശയങ്ങൾക്ക് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് സ്പേസ് ഉണ്ട് എന്നുള്ളതും ആ ആശയത്തെ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്പേസ് ഉണ്ട് എന്നുള്ളതും ആ ആശയത്തെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ആശയക്കാർക്ക് ഒപ്പോസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നുള്ളതും അതിനൊരു തരം മാന്യതയുണ്ട് എന്നുള്ളതും ആ മാന്യത എങ്ങനെ നടപ്പിലാകണമെന്നും കൃത്യമായിട്ടും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭരണഘടനയുള്ള ഈ രാജ്യത്തിരുന്നുകൊണ്ട് തീർച്ചയായിട്ടും ഏത് മതങ്ങളെയും ടു ദ എക്സ്ട്രീം പോയിന്റ് നമുക്ക് വിമർശിക്കാൻ പറ്റുമെന്നുള്ളതും മതങ്ങൾക്ക് തിരിച്ചും അതിന്റെ എതിരഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതും തീർച്ചയായിട്ടും ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ മതവിമർശനം പോയിട്ട് ആ പുസ്തകത്തെക്കുറിച്ചൊന്ന് എതിരഭിപ്രായം പറയാൻ പോലും സ്പേസ് ഇല്ല അല്ലെ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. മതങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ ആണ്, ഒരു എന്താ പറയാ, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വഴിയാണ്. ആ വഴിയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. മനുഷ്യന്റെ ചിന്താ കാലങ്ങൾക്കനുസരിച്ച് അവനെ ക്വയർ ചെയ്യുന്ന അവന്റെ അറിവിനും അവന്റെ സാമൂഹികപരമായിട്ടും ജീവിതപരമായിട്ടും ഒക്കെയുള്ള ഇടപെടലുകൾക്കനുസരിച്ച് അവന്റെ ചിന്ത വികസിക്കുന്നതാണെന്നും ആ ചിന്തയ്ക്ക് അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്നും അഭിപ്രായങ്ങൾ പറയാൻ പറ്റുമെന്നും നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്നും ഒക്കെയുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് മനുഷ്യൻ കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന അവന്റെ യുക്തിസഹമായിട്ടുള്ള അല്ലെങ്കിൽ അവന്റെ വലിയൊരു അപ്ഗ്രേഡിംഗ് ആണ്, മനുഷ്യരുടെ അപ്ഗ്രേഡിംഗ് ആണ്. പക്ഷെ ഇന്ന് മതങ്ങൾ മാത്രം നിലനിൽക്കുന്ന രാജ്യത്തിരുന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിലുള്ള ഒപ്പീനിയൻസ് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ തല പോകുന്ന ശിക്ഷാവിധികൾ മതത്തിലുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിന്റെ അണ്ടറിൽ ഞാനും നിങ്ങളും ഈ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും ഈക്വലാണ്. എല്ലാവരുടെ ഒപ്പീനിയനും സ്പേസ് ഉള്ള ഒരു സ്പേസ് ആണ്, ഇടമാണ് എന്നുള്ളതിന്റെ വലിയൊരു തിരിച്ചറിവ് ഇന്നലെ വന്നിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ എനിക്ക് അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത് തോൽവികളും പരാജയങ്ങളും വെല്ലുവിളികളും എന്നൊന്നുമല്ല. ഇതിൽ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മുടെ
ഓക്കെ, നമ്മുടെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത്തരം സംവാദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നടപ്പിലാകേണ്ടതും. കാരണം നമുക്ക് ചിന്തിക്കാനുള്ള കുറെ ഡോറുകൾ തുറന്നു തരികയാണ് അല്ലെ. നമ്മൾ എപ്പോഴും സഞ്ചരിച്ചിരുന്ന ഒരു വഴിയിൽ നിന്നും നമുക്ക് ചിന്തിക്കാൻ വൈഡായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടെന്നും, വൈഡായിട്ടുള്ള സ്കോപ്പുകൾ ഉണ്ടെന്നും, വൈഡായിട്ടുള്ള മേഖലകൾ ഉണ്ടെന്നും, വൈഡായിട്ടുള്ള ചിന്തകൾക്ക് ഇവിടെ സ്പേസ് ഉണ്ടെന്നും എന്നുള്ള വാതായനങ്ങൾ ഇങ്ങനെ തുറന്നിടുന്നതാണ് ഓരോ ഡിബേറ്റുകളും നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്നലത്തെ ഗിഫ്റ്റ് അങ്ങനെയായിരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട്, വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ പരിപാടി മുഴുവൻ കേട്ടിറങ്ങിയ ഒരാൾക്കും ഇല്ലാത്ത പരാതികളും പരിഭവങ്ങളും പ്രശ്നങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ കയറിയപ്പോൾ കണ്ടത്. കാരണം അവിടെ ഫയൽ ബാൻ ചെയ്യിച്ചേ എന്നുള്ള വെല്ലുവിളികളാണ് കണ്ടത്. അത് എനിക്ക് തോന്നുന്നു വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടായിപ്പോയി വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം ആ പ്രോഗ്രാമിന്, ഇപ്പം അയ്യൂബ് മൗലവി ആണെങ്കിലും ജബ്ബാർ മാഷ് ആണെങ്കിലും നമുക്കൊരു നിശ്ചിത സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ ആ 10 മിനിറ്റിൽ ഒതുങ്ങില്ല ചില പല കാര്യങ്ങളുടെയും എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരിക്കലും തീർക്കാൻ പറ്റില്ല. നമ്മുടെ ആശയങ്ങൾ അത്രയും വലുതാണ്, അല്ലെങ്കിൽ അത്രയും ഡെപ്ത് ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വി നീഡ് മോർ ടൈം. അപ്പൊ അവിടെ പറഞ്ഞതിന്റെ ബാക്കി നമ്മൾ യൂട്യൂബ് ചാനലിൽ പറയാം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അയ്യൂബ് മൗലവിയോട് ചോദിച്ച ഒരു സംശയത്തിനുള്ള ഉത്തരവും അദ്ദേഹം കുറച്ച് പറഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഓരോന്നായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു ജനാധിപത്യപരമായിട്ടുള്ള കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ ജയതോൽവികൾക്കപ്പുറം ഇതിനെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടും ചിന്തിക്കാനുള്ള സ്പേസ് ആയിട്ടും ഒക്കെ കാണാൻ കഴിയുക എന്നുള്ളതാണ് വലിയ ഒരു നേട്ടം എന്നും അതിന്റെ ഒരു ബ്യൂട്ടി എന്നും എനിക്ക് തോന്നുന്നു. അതൊന്ന് പറയണം എന്ന് തോന്നി. ഐ നീഡ് യുവർ ക്വസ്റ്റ്യൻസ്. സോഷ്യൽ മീഡിയയിൽ കടിച്ചു കീറാൻ നിൽക്കുന്ന പുലികൾ സംവാദവേദിയിൽ ഒരുമിച്ചിരിക്കുന്നതും സൗഹൃദം പങ്കിടുന്നതും സെൽഫി എടുക്കുന്നതും കണ്ടല്ലോ. തീർച്ചയായിട്ടും കേട്ട് വിശാന്ത് പെരുമന. ഒബ്വിയസ്ലി അത് തന്നെയാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു 10-12 വർഷം മുമ്പ് നമ്മളൊക്കെ ഈ മതത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന സമയത്ത് നമ്മളെ കടിച്ചു കീറാനും ആക്രമിക്കാനും തെറി വിളിക്കാനും തെറി അഭിഷേകം നടത്താനും പുറത്തിറങ്ങുമ്പോൾ ഭീഷണിപ്പെടുത്താനും ഫോൺ കോളുകളിലൂടെ ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും ഒക്കെ തുനിഞ്ഞിരുന്ന ഒരു വിഭാഗം ആളുകൾ എത്ര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇത്രയും കാലമായിട്ട് ഇവിടെയുള്ള ഓരോ ജനാധിപത്യ വിശ്വാസികളും അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ കുറച്ച് റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സമൂഹത്തിന് സംവദിക്കുന്നതിന്റെയും ആസ് എ റിസൾട്ട് ആണ് ഈ ഒരു ഭീകരതയൊക്കെ കുറഞ്ഞിട്ട് മനുഷ്യരെ പോലെ തന്നെ എല്ലാവരെയും കാണാൻ പറ്റുന്ന തലത്തിലേക്ക് അവരുടെ ചിന്താഗതി മാറിയതെന്നും അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സർക്കിളിൽ എല്ലാവരെയും ഒരുമിച്ചിരുത്താനും അവിടെ ഡിസ്കഷൻസിന് സ്പേസ് ഇടാനും എല്ലാവരെയും അംഗീകരിക്കാനുള്ള ഒരു സ്പേസിനും ഒക്കെ സാധ്യതകൾ തുറക്കുന്നതാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവാദങ്ങൾ. ബ്യൂട്ടിഫുൾ ടു ഹിയർ ആൻഡ് വെരി എന്താ പറയാ, നമുക്ക് ഒരുപാട് മാറ്റം അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. പണ്ട് ആയിരുന്നു, കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും സഹിഷ്ണുതയോടെയും സൗഹാർദ്ദത്തോടെയും വെല്ലുവിളികളില്ലാതെയും നമുക്കൊരു വേദി എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊക്കെ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ മനസ്സുകൾ സ്പേഷ്യസ് ആകുന്നു എന്നുള്ളതും മനസ്സുകൾക്ക് ഇലാസ്റ്റിക് വാളുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അന്വേഷണത്വരയോടെ അല്ലെങ്കിൽ അറിയാനുള്ള കൗതുകത്തോടെയും ആഗ്രഹത്തോടെയും ആളുകൾ അതിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും അല്ലെങ്കിൽ എതിരഭിപ്രായം കേൾക്കാൻ സഹിഷ്ണുതാപരമായിട്ട് അവരിയ്ക്കുന്നു എന്നുള്ളതും ഒക്കെ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റി എത്രത്തോളം മാറുന്നു അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ടുപോലും നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ കാര്യമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ശബ്ദം കുറവാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്, ശബ്ദം കുറഞ്ഞുപോയി, ശബ്ദമൊക്കെ കുറഞ്ഞു. അതാണ് മതമായാലും അപർണ ഫിറോസ് പറയുന്നത് ഇതാണ്, മതമായാലും മറ്റെന്ത് പ്രത്യയശാസ്ത്രങ്ങളായാലും വിമർശന ബുദ്ധിയെ തന്നെ കാണുന്ന മനുഷ്യ സമൂഹങ്ങൾ മാത്രം പുരോഗതി കൈവരിക്കും. അല്ലാത്ത എല്ലാ സമൂഹങ്ങളും അടിമത്വ മനസ്സുമായി പ്രാകൃത മനസ്സുമായി അധോഗതിയിൽ തന്നെ കഴിയും. അങ്ങനെയല്ല, നമുക്ക് ഏത് വിഷയത്തെയും നമുക്ക് തുറന്ന് സംസാരിക്കാനും സംവദിക്കാനുമുള്ള സ്പേസ് ഉണ്ടാകുന്നിടത്താണ് മനുഷ്യൻ അപ്ഗ്രേഡഡ് ആകുന്നത്, മനുഷ്യന്റെ ചിന്തകൾക്ക് സ്പേസ് ഉണ്ടാകുന്നത്, മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും ജീവിതവും അവന്റെ പെരുമാറ്റവും ഒക്കെ
ഒക്കെ വളരെ വിശാലമാകുന്നത് എപ്പോഴും എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും അറിയാനും ശ്രമിക്കുന്നിടത്താണ്. അല്ലാതെ ഞാൻ ഇന്നതാണ് പഠിച്ചു വെച്ചത്, അതിൽ നിന്നൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കാണണ്ട, ഞാനാണ് ശരി എന്ന് വെല്ലുവിളിച്ചും വാശിയോടെയും നടക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്, അല്ലെ? അത് അടുത്ത തലമുറയിലേക്കും നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും എല്ലാം അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാത്തിനെയും കേൾക്കാനും സഹിഷ്ണുതയോട് കൂടിയിട്ട് അതിനോട് മറുപടി പറയാനും നമുക്ക് കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. ഒബ്വിയസ്ലി നമ്മുടെ സൊസൈറ്റി ഇത്രത്തോളം നമ്മള് ഗോത്രജീവികളായിരുന്നു മനുഷ്യർ, ഇത്രയും അപ്ഗ്രേഡഡ് ആയത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്പേസുകൾ ഓപ്പൺ അപ്പ് ചെയ്തത് കൊണ്ട് തന്നെയാണ്. അതിനിയും തുടരട്ടെ, ഇത്തരത്തിലുള്ള സംവാദങ്ങളും കാര്യങ്ങളും ഇനിയും നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ആൻഡ് മോരോവർ എനിക്ക് തീർച്ചയായിട്ടും ജബ്ബാർ മാഷിനെ പോലൊരു മനുഷ്യന്റെ എഫേർട്ടിന് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത്ര വർഷമായിട്ട് അദ്ദേഹം നടത്തുന്നു, ഒരുപാട് പേര് അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഒരുപാട് പേർ ശക്തമായിട്ട് എതിർക്കുന്നു, അക്രമങ്ങൾ നേരിടുന്നു, ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അതൊക്കെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതികൾ പോലും മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസിൽ വളരെ ശക്തമായി എനർജറ്റിക് ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കാൻ ഇന്നും അതേ മനസ്സോടെ റെഡിയാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ഒരു ആയുസിന്റെ ബോധ്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, അപ്പൊ നമ്മൾ ഓരോരുത്തരും അവിടെ വന്ന ആൾക്കാരും ഒക്കെ അവനവന്റെ ബോധ്യങ്ങളിൽ ഉറപ്പ് വരുത്താനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും ഒക്കെ സന്നദ്ധമായി തന്നെയാണ്. അപ്പോ ഒരു കാര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അത്രയും എനർജറ്റിക് ആയിട്ട്, അത്രയും മോശപ്പെട്ട ഭാഷ എന്നല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഉറച്ച് അദ്ദേഹത്തിന്റെ വ്യക്തതയിൽ സംസാരിക്കുകയാണ്. സോ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഇൻസ്പിരേഷൻ ആണ് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക്. ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നോ ഇടപെടാൻ പറ്റാത്ത വിഷയമാണെന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആൾക്കാരോട് ഇത്രയും കൂൾ ആൻഡ് കാം ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് സംവദിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിരുന്നു. അയ്യൂബ് മൗലവിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ അദ്ദേഹം ക്ലാരിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ പോയിന്റ്സ് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ മതത്തിനപ്പുറമുള്ള ഒരു സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ മതത്തിനപ്പുറം ബൗണ്ടറികൾക്കപ്പുറം നിന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ തോട്ട്സിനോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ബൗണ്ടറി ഉള്ള ഒരു ആശയത്തിനെ സംബന്ധിച്ചിടത്തോളം പാടാണ്. എന്നാലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ കൃത്യത വരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, സംവാദത്തിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇരവാദം പോലെ ചെറുതായിട്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തെ ആക്രമിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് ഒരു ഇരവാദം തലത്തിലേക്ക് കടന്നുപോയെങ്കിൽ പോലും പിന്നീടുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് തന്നെ കാര്യങ്ങൾ ബോധ്യമാകുന്ന തരത്തിലേക്കും വളരെ എന്നാലും സഹിഷ്ണുതയോടെ, ചിരിയോടെ, പുഞ്ചിരിയോടെ ആ എതിരഭിപ്രായത്തെ നോക്കിയിരിക്കുന്നതും ഒക്കെ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഈ ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഓരോരുത്തരുടെയും കംഫേർട്ടാണ്. ഇപ്പം ദൈവം ഉണ്ടായിട്ട് മാത്രമേ ദൈവം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന അയാൾക്ക് ദൈവം എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം താങ്ങാണെന്ന് തോന്നുകയാണെങ്കിൽ അയാൾ അതിൽ വിശ്വസിച്ച് പോകുന്നത് കൊണ്ട് പരാതിയില്ല. പക്ഷെ ഒരു മനുഷ്യന് ദൈവം എന്ന് പറയുന്നത് ഒരു നുണയാണെന്നോ ഒരു കഥയാണെന്നോ അല്ലെങ്കിൽ ഒരു സങ്കല്പമാണെന്നോ മനുഷ്യ സൃഷ്ടിയാണോ എന്നൊക്കെ ബോധ്യമുള്ള ഒരു മനുഷ്യന് അതില്ലാതെയും ജീവിക്കാൻ പറ്റും. പക്ഷെ മതങ്ങൾ അങ്ങനെയല്ല. മതങ്ങൾ ഇന്നതാണ് ശരി, ഇതാണ്, ഈ വഴിയാണ് ശരി, എന്റെ വഴി മാത്രമാണ് ശരി, മറ്റുള്ളവന്റെ വഴി തെറ്റാണ് എന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മതപ്രഭാഷകരൊക്കെ വളരെ ആഭാസങ്ങൾ, ഈ ആധുനിക കാലഘട്ടത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഗോത്ര നിയമങ്ങളൊക്കെ ഇന്നത്തെ കാലത്തും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അയ്യോ, മതത്തെ വെച്ച് ജീവിക്കുക, ഇസ്മായിൽ കണ്ണൂർ, വളരെ തെറ്റായ ധാരണയാണ്. മതത്തെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മതപണ്ഡിതരും അതേപോലെ മതത്തിന്റെ വക്താക്കളായിട്ട് ഇപ്പോൾ ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. മതത്തെ വിമർശിക്കുന്ന ആൾക്കാർ ആ മതത്തെ പൊളിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മതത്തെ പൊളിച്ച് തരിപ്പണമാക്കി വിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പം അക്ബർ സാഹിബ് മുതൽ മുജാഹിദ് ബാലുശ്ശേരി അല്ലെങ്കിൽ ഒരുപാട് പ്രഭാഷകരുണ്ടല്ലോ, അല്ലെ? ഇവരെല്ലാരും എന്താ ചെയ്യുന്നത്? മതത്തെ വ്യാഖ്യാനിച്ചും അല്ലെങ്കിൽ മതത്തിനെ ഏതെല്ലാം തരത്തിൽ വക്രീകരിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ അത് സ്പ്രെഡാക്കാൻ പറ്റുമോ, ആൾക്കാർ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം
അവരുടെ യൂട്യൂബ് ഏർണിങ്സിന് വേണ്ടി എന്ത് ആഭാസവും വിളിച്ച് പറയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മതപ്രബോധനം മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേദി കെട്ടി, മുക്കിലും മൂലയിലും വേദി കെട്ടി എന്റെ മതമാണ് ശരി, ഞങ്ങളുടെ മതമാണ് ശരി, ഇങ്ങോട്ട് കടന്നു വരും എന്ന് പറയും, മതപരിവർത്തനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിരുന്നുകൊണ്ട് ഈ മതങ്ങളൊക്കെ മനുഷ്യനെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു കാര്യമാണ് മതം എന്ന് പറയുകയും മനുഷ്യന് മതത്തിനപ്പുറത്തേക്ക് മാനവിക മൂല്യങ്ങളാണ് വേണ്ടത്, ആ മാനവിക മൂല്യങ്ങൾ മതത്തിന്റെ സംഭാവനയല്ല എന്നും, അത് മനുഷ്യൻ കാലാകാലങ്ങൾ കൊണ്ട് മനുഷ്യൻ അവന്റെ സാമൂഹിക ജീവിതത്തിലൂടെ അവൻ ആർജിച്ചെടുക്കുന്ന അവന്റെ ക്വാളിറ്റീസ് ആണ്, അവന്റെ ശരികളും തെറ്റുകളും ധാർമ്മികതയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹം വരുമ്പോൾ ആ സമൂഹത്തിനും ആ ഒരു വിഭാഗത്തിനും അവരുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ദാറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. അദീബ് ഷാ, മുമ്പ് നിങ്ങളുടെ ആശയത്തോട് വല്ലാതെ വെറുപ്പായിരുന്നു, ഇപ്പൊ 26 വയസ്സായി നിങ്ങളുടെ ആശയത്തോട് 100% യോജിക്കുന്നു. അങ്ങനെ നമ്മളുടെ ബോധ്യങ്ങളായിരിക്കണം. ഇന്നൊരാള് പറയുന്ന ആശയം ശരിയാണ് അതുകൊണ്ട് ആ വഴി എന്നല്ല, നമുക്ക് എപ്പോഴും ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കുന്നതിന്, ഞാൻ ചെയ്യുന്നതിന്, ഞാൻ പ്രവർത്തിക്കുന്നതിന്, ഞാൻ ഇടപെടുന്നതിന്, അതിനെനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? എനിക്കൊരു ശരി ഉണ്ടായിരിക്കണം. ആ ശരിക്ക് യുക്തിപരമായിട്ടുള്ള പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് സൊസൈറ്റിയെ മറ്റൊരു വേണ്ടാത്ത തലത്തിൽ ബാധിക്കുന്നില്ല എന്നും, അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കെതിരല്ല എന്നും, എന്റെ ജീവിതം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിന്റെ മൂക്കിന്റെ അടുത്ത് വരെയുള്ളൂ. നിന്റെ മൂക്കിൽ തട്ടിക്കഴിഞ്ഞാൽ നിന്റെ സ്വാതന്ത്ര്യ നിഷേധമാണെന്ന് ഞാൻ ബോധ്യപ്പെടണം, എനിക്ക് ബോധ്യപ്പെടണം. അതുപോലെ നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നെ എന്തും പറയാം, തെറി വിളിക്കാം, എന്നെ മുഖത്തടിക്കാം എന്നുള്ളതല്ല. നിന്റെ സ്വാതന്ത്ര്യം എന്റെ മൂക്കിൻ തുമ്പ് വരെയുള്ളൂ എന്ന് പരസ്പരം അംഗീകരിക്കുന്നിടത്ത്, പരസ്പരം മനസ്സിലാക്കുന്നിടത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരുടെ ഒരു ലോകം ഉണ്ടാകുമെന്ന് കിനാശേരി അല്ലെ, കിനാശേരിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റൊന്നുമല്ല, ഫയൽ ബാൻ ചെയ്യിച്ചു, വെല്ലുവിളികളൊക്കെ നല്ലതാണ്. പക്ഷെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യന് പോലും ഈ സംവാദം വളരെ മോശമായിരുന്നെന്നോ, അല്ലെങ്കിൽ ജബ്ബാർ മാഷ് തോറ്റുപോയെന്നോ, അയ്യൂബ് മൗലവി ജയിച്ചു പോയെന്നോ, അയ്യൂബ് മൗലവി തോറ്റുപോയെന്നോ, ജബ്ബാർ മാഷ് ജയിച്ചു പോയെന്നോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആശയങ്ങളെ ആശയം കൊണ്ട് എങ്ങനെ നേരിടാം, ആശയങ്ങളെ നേരിടേണ്ട ആശയങ്ങൾ കൊണ്ടും അവന്റെ പോയിന്റ്സ് കൊണ്ടും വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എങ്ങനെ നേരിടാം എന്നുള്ള ഒരു പുതിയ പാഠമാണ് മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെ? കാരണം നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആണെന്നും, അവിടെ കുറെ കൊല്ലാൻ നടക്കുന്ന ആൾക്കാർ മാത്രമാണുള്ളത് എന്നുള്ള കോൺസെപ്റ്റ് ഉള്ള ആളുകൾക്ക് മുമ്പിലേക്ക് വലിയൊരു മെസ്സേജാണ് തീർച്ചയായിട്ടും. വളരെ കൂൾ കാം ക്വൈറ്റ് ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ ആശയങ്ങൾ സംവദിക്കപ്പെട്ട ഒരു വേദിയിൽ ഇരുന്നുകൊണ്ട് മനുഷ്യർ സംവദിച്ച ഒരു വേദി. അത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്നു, പോലീസുകാർ വന്നു, ഈവൻ ഒരു കൂവൽ വിളി പോലും അവർക്ക് അവിടെ പരാതിയായിട്ട് കിട്ടാനില്ലാത്തൊരു വേദി നമ്മുടെ മലപ്പുറത്ത് അത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്ന ഒരു വേദിയിൽ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി ഈസ് അപ്ഗ്രേഡിങ്. ഈച്ച് ആൻഡ് എവറി ഡേ പീപ്പിൾ ആർ ഗെറ്റിംഗ് റിഫോംഡ് എന്നുള്ളൊരു സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ച ചേകനൂർ മൗലവിയെ ഇസ്ലാമിസ്റ്റുകൾ ഇല്ലാതെയാക്കി. മുസ്ലിങ്ങളെ നവീകരിക്കാനുള്ള ജോലി ജബ്രകളുടെ ജോലിയായോ? അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചു വളർന്നു, ഇത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് വന്ന ഒരാശയം നമുക്ക് ചിന്തിക്കാൻ സ്പേസ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ തോട്ട് പ്രോസസ് വിശാലമാകുകയും നമ്മുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ജീവിത വഴികളും ഒക്കെ വിശാലമാകുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതികൾ മാറും. ആ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്കുള്ള സ്പേസ് നമ്മൾ ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും എന്റെ ചിന്തകൾക്കുള്ള സ്പേസ് ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ളിടത്ത് എന്റെ ചിന്തകളെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാനും അത് ശരിയാക്കാൻ വേണ്ടിയിട്ടും അത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഞാൻ നടക്കുക. എന്റെ ചിന്തകൾ മറ്റുള്ള ഒരുവന് ഉപദ്രവമല്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം. ഓരോ തിരിച്ചറിവെന്ന് പറയുന്ന സാധനം നമുക്ക് ഒരാളുടെ ഉള്ളിലേക്ക് അങ്ങനെ ഇൻജക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും നമ്മൾ സ്വയം ചിന്തിക്കണം. സ്വയം ചിന്തിക്കാനുള്ള ഒരു ചോദന വരുന്നത്, അല്ലെങ്കിൽ ഒരു ത്വര വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കുള്ളിലുള്ള കൺഫ്യൂഷൻസ്, മറ്റൊരാൾ നമ്മുടെ ക്ലാരിഫിക്കേഷൻ ഈ രീതിയിൽ കാണുന്നു എന്ന് കാണിക്കാനുള്ള സ്പേസുകൾ, ഇതുപോലെ സംവാദങ്ങൾ പോലെ നമ്മുടെ ഒപ്പീനിയനിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടുന്ന മനുഷ്യരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചിന്തകൾ ഒന്നും കൂടെ ഡെപ്ത് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ഇൻ ഓൾ സെൻസ്.
മാറ്റങ്ങൾ വേണം. മാറ്റങ്ങളില്ലാണ്ട് എന്താണ്, സ്റ്റാഗ്നന്റ് അല്ല. വി നീഡ് ടു ചേഞ്ച്. നമ്മൾ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ വൈഡ് ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോൺക്രീറ്റ് മൈൻഡ് സെറ്റോ കോൺക്രീറ്റ് ബ്രെയിനുള്ള ആൾക്കാരല്ല. വി ഷുഡ് ബി ഇലാസ്റ്റിക് ടു അക്സെപ്റ്റ് എവറിത്തിങ്. പുതിയ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റണം. അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? കഴിയണം. For this past years, I was brutally refusing you in all manner, but time gone, now I understood. Your opinions are true and right. Thank you, Adib Shah. അത് ഞാൻ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് അദീബ് ഷായുടെ ഒരു ചിന്താഗതി എത്രത്തോളം അപ്ഗ്രേഡഡ് ആകുന്നു അതിനനുസരിച്ചാണ് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒപ്പീനിയനുമായിട്ട് നിങ്ങൾക്ക് ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത് എന്നുള്ള സാമ്യത വരുന്നത് കൊണ്ടാണ്. അല്ലാതെ നമ്മൾ നിങ്ങളിൽ ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതൊന്നുമല്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഷൗക്കത്ത് കിടെ ജസ്ല അയ്യൂബ് മൗലവിയോട് ചോദിച്ച ചോദ്യം പ്രസക്തമാണെന്ന് തോന്നി. ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്ന് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഞാൻ ആ പഠന രീതികൾ തമ്മിലുള്ള വ്യത്യാസമാണ് അയ്യൂബ് മൗലവിയോട് ചോദ്യമായി ചോദിച്ചത്. അതായത് അദ്ദേഹം പറയുന്നു അറബിക് അറിയണം, അറബിക് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇസ്ലാമിക വിമർശനം നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം കുറെ കാലം വിശ്വാസിയാവുകയും പിന്നീട് വിശ്വാസം ഉപേക്ഷിക്കുകയും വീണ്ടും വിശ്വാസിയാവുകയും ചെയ്തൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സമയത്തും അദ്ദേഹം അറബി ഭാഷ പഠിച്ചതിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അതെനിക്ക് ഉത്തരം പ്രസക്തമായി കിട്ടേണ്ട ഒരു ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യന്റെ അന്വേഷണത്വര എവിടെയും നിൽക്കുന്നില്ല എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നിരുന്നാലും അതിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് അറിയണമല്ലോ എങ്ങനെയായിരിക്കും അത് എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ദാറ്റ് ഈസ് മൈ ത്വര. എന്റെ ത്വരയായിരുന്നു ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. അപ്പോൾ വീണ്ടും മാറാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലേ? ഞാനും ഒരു കാലത്ത് വിശ്വാസിയായിരുന്നു. വിശ്വാസി അല്ലാതിരിക്കാൻ എനിക്ക് എന്റേതായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. റാഷണൽ ആയിട്ട് ഞാൻ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന, എനിക്ക് എന്റെ യുക്തിക്ക് നിരക്കാത്തതിന് തള്ളാനും യുക്തിക്ക് നിരക്കുന്നതിന് ഉൾക്കൊള്ളാനുമുള്ള എന്റെ ഉള്ളിലുള്ള ഒരു ത്വര തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളെ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള കാരണം. നാളെ പിന്നെ നമ്മളൊക്കെ ഒരു കോൺക്രീറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊന്നുമല്ല. ഇന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് പോകുന്ന വഴിയിലൂടെ നാളെ സൊസൈറ്റിയിൽ കൂടുതൽ അപ്ഗ്രേഡിങ്ങും ശാസ്ത്രം പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ ഇന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് മാറ്റി പുതിയത് വിശ്വസിക്കാനും എലാസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് നമുക്കുള്ളത്. പക്ഷെ മതവിശ്വാസികളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ല എന്നാണ് വാദിക്കുന്നത്. കാരണം അവരെന്ത് പഠിച്ചു അതേ പാടൂ. പഠിച്ചതിൽ നിന്നൊരു മാറ്റവും ഇല്ല. ഈ പഠിപ്പ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിനെ ഫോളോ ചെയ്ത് മാത്രമേ ഞങ്ങൾ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിലും ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അത് മനുഷ്യത്വ വിരുദ്ധമായി മാറുമ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും മനുഷ്യർക്കുള്ളിൽ ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവണം. കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ നിരന്തരം സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാനൊക്കെ മതവിമർശനം നടത്തുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടോർച്ചറുകളായിരുന്നു. കാരണം നമ്മൾ അത്ര ഒരു ഇതിനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു സറൗണ്ടിങ്ങിലല്ല. നമ്മൾ വളരെ യാഥാസ്ഥികരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ വളരെ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചു വളർന്നു വരുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ തോട്ട് പ്രോസസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മൈൻഡിനെ എലാബറേറ്റ് ചെയ്യാൻ പറ്റാതെ കൺജസ്റ്റഡ് ആയി ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഇത് കേൾക്കുന്ന പല മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും, അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നതുകൊണ്ട് ഇപ്പം നാളെ നമ്മൾ സൊസൈറ്റിയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത്, അവർക്ക് ചിന്തിക്കാനുള്ള സ്പേസ് ഉണ്ടാകണം എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ സമൂഹത്തോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ജബ്ബാർ മാഷ് പറഞ്ഞ പോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രമാണ് ഇത് കേൾക്കുന്ന ആളുകൾക്കും ഇങ്ങനെ ഒരു സ്കോപ്പ് ഓഫ് തിങ്കിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും അവര് ചിന്തിക്കാൻ തയ്യാറാവുകയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവരെയും മനുഷ്യരായി തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസിക നിലയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇന്നും മതത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മതങ്ങൾ ശരിയല്ല, മതത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റായിട്ടോ മോശപ്പെട്ട കാര്യമായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കാന്ന്. കാരണം
അങ്ങനെ നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് സൊസൈറ്റിയിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ട്, നമ്മുടെ ജീവിതം എത്രത്തോളം കംഫേർട്ട് ആവുന്നുണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലെ. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും വരുന്ന കുട്ടികളോട് ഇന്നും ഒരേ ചൊല്ലല്ലേ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മതങ്ങള് അല്ലെ. പണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കഥകൾ തന്നെയാണ് ഇന്നും ജനിക്കുന്ന കുട്ടികളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ശരികളും അതേ ന്യായീകരണങ്ങളും തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നു, മനുഷ്യന്മാര് മാറുന്നു, ചിന്താഗതികൾ മാറുന്നു. അതിനനുസരിച്ച് നമ്മൾ കാലത്തിനൊപ്പം നമ്മുടെ ചിന്താ പ്രോസസ്സിനെയും കൂടെ മാറ്റേണ്ടതുണ്ട്. എനിവേ, ഇത്രയേ ഉള്ളൂ പറയാൻ. The debate was truly a beautiful debate. ഒരുപാട് മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുത്തിട്ടുള്ള ഒരു ഡിബേറ്റ് ആണ് തീർച്ചയായിട്ടും. അപ്പം എല്ലാവരും ആ ഡിബേറ്റ് മുഴുവൻ കാണുക. നമ്മൾ ഈ ഫയൽ വേൻ ജയിച്ച്, അവൻ ജയിച്ച്, ഇവൻ ജയിച്ച്, വെല്ലുവിളികളൊക്കെ കട്ട് ആൻഡ് പേസ്റ്റ് കോപ്പികളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സംവാദങ്ങൾ കേൾക്കാൻ മനസ്സും കണ്ണും കാതും തുറന്നിരിക്കുക എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും. അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ, ഞാൻ ഒന്നും കണ്ടില്ല. ഞാനൊരു മൂഡിൽ അങ്ങനെ പറഞ്ഞു പോയി. ദാറ്റ്സ് നൈസ്. Okay, bye guys. Once again, thank you to Jabbar Mash and Ayub Maulavi for giving a beautiful debate experience. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഡിബേറ്റിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പം ഓരോ മനുഷ്യനും അങ്ങനെയുള്ള ഒരു സ്പേസ് ഒരുക്കി തന്നതിന് ജബ്ബാർ മാഷിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. ജബ്ബാർ മാഷിന്റെ നിലപാടുകളിലുള്ള ആ ഒരു ദൃഢതയ്ക്കും അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം എന്ത് മീൻ ചെയ്യുന്നു എന്ന് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കാൻ, കൺവേ ചെയ്യാൻ അദ്ദേഹം എടുക്കുന്ന എഫേർട്ടിനും ഡെഡിക്കേഷനും ഒരിക്കലും പകരം വെക്കാനൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, മനുഷ്യർക്ക് ബോധ്യപ്പെടണം. അദ്ദേഹം ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും അത്രയും ഡീപ്പായിട്ട് മാഷൊക്കെ പഠിക്കുന്ന പോലെ ആഴത്തിലിറങ്ങി ഓരോന്നിനെയും പഠിക്കാനുള്ള സമയമോ താല്പര്യമോ ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ മാഷൊന്നും അങ്ങനെയല്ല. മാഷൊക്കെ ഒരു കാര്യം പറയുമ്പം അതിന്റെ ഡെപ്തിൽ പോയിട്ട് തന്നെ, അല്ലെങ്കിൽ റൂട്ടിൽ പോയിട്ട് തന്നെ പഠിച്ച് അതിന്റെ എല്ലാ തരം ക്ലാരിഫിക്കേഷൻസിനെയും ജസ്റ്റിഫിക്കേഷൻസിനെയും മനസ്സിലാക്കി അതിൽ നിന്നൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം ഉണ്ടാക്കി ആൾക്കാരോട് സംവദിക്കാൻ എടുക്കുന്നത് ഒരു വലിയൊരു എഫേർട്ടാണ്. വാട്ട് ഹി ഈസ് ഗിവിംഗ് ഫോർ നെക്സ്റ്റ് ജനറേഷൻ, അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒബ്വിയസ്ലി. താങ്ക് യു സോ മച്ച് ജബ്ബാർ മാഷേ, നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള വെളിച്ചം കാണിച്ചു കൊടുത്തത്, വഴി കാണിച്ചു കൊടുത്തത്. ദാറ്റ്സ് നൈസ്. ഈച്ച് ആൻഡ് എവ്രി വൺ ഷുഡ് ബി ലൈക്ക് ദിസ്.